ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. തനിക്ക് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും യേശു പ്രാർത്ഥിക്കുന്നു. തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണോ താൻ ഈ ഭൂമിയിലേക്ക് വന്നത്, അത് പൂർത്തീകരിക്കുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിന് മറിയയിൽ നിന്ന് ലഭിച്ച മനുഷ്യ ശരീരത്തിന്റെ തേജസ്കരണം പ്രാപിച്ച് പിതാവിനോടുകൂടെ തനിക്കുണ്ടായിരുന്ന സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുവാൻ സമയമായിരിക്കുന്നു. പിതാവായ ദൈവം സകല ജഡത്തിന്മേലും പുത്രനാം യേശുവിന് അധികാരം കൊടുത്തിട്ടുള്ളത് പിതാവ് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവനെ കൊടുക്കേണ്ടതിനാണ്. മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത് പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണെന്ന് യേശു തന്റെ ശുശ്രൂഷാ കാലയളവിൽ പ്രഖ്യാപിച്ചു. 5-ാം അധ്യായത്തിൽ 24-ാം വാക്യം പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ പ്രഖ്യാപിക്കുന്ന സന്ദേശം യോഹന്നാൻ സുവിശേഷം 3:16 നാം കാണുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ആ നിമിഷം മുതൽ നിത്യജീവൻ ആരംഭിക്കുന്നു. യേശു നിത്യജീവനെ ദൈവത്തെയും പുത്രനെയും കുറിച്ചുള്ള അറിവുമായി തുലനം ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പിതാവായ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് പുത്രനാം യേശുവിലൂടെയാണ്. യേശുക്രിസ്തുവിനെ ഇതുവരെയും രക്ഷിതാവായി സ്വീകരിക്കാത്ത വ്യക്തികൾ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് റോമർക്കെഴുതിയ ലേഖനം 10:13 പറയുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. ഈ ജീവൻ അവൻ്റെ പുത്രനിൽ ഉണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us.